നമസ്കാരം എല്ലാവർക്കും ക്യാമ്പസിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ റോസ്റ്റിങ്ങിൻ്റെ കാലമാണല്ലോ. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഒരു സ്പാം ലിങ്കിനെ റോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഞാൻ കോറയിൽ അത്യാവശ്യം ഒരു ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പം ആൾക്കാരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ഉത്തരങ്ങളൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ആൾ ദീപ എസ് എന്ന് പറഞ്ഞ് ഒരാൾ ഇതുപോലൊരു ലിങ്ക് ഇട്ടു. അന്നേരം ഫസ്റ്റ് ഈ ഒരു ലിങ്ക് കണ്ടപ്പോൾ തന്നെ തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത്. അന്നേരം ഈ ലിങ്ക് എന്നിട്ട് ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും പറഞ്ഞൊരു ബോട്ടാണ്. അതായത് നമ്മളുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റവും അവരുടെ ഒരു കോംപ്രമൈസ് സിസ്റ്റത്തിൽ ലിസ്റ്റിലോട്ട് പോകും. പിന്നെ അതിനെ എപ്പം വേണമെങ്കിലും ആക്ടിവേറ്റ് ചെയ്യാം, ഏത് രീതിയിലുള്ള അറ്റാക്കുകൾ നടത്താം. അങ്ങനത്തെ ഒരു ബോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലിങ്കിൽ ലാസ്റ്റ് വരുമ്പം ഡൗൺലോഡായി വരുന്നത്. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഈ ഒരു ലിങ്കിനെ നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം അങ്ങനെ ഒരാൾ ശരിക്കും പുതിയതായിട്ട് ആരോ ജോയിൻ ചെയ്താന്ന് തോന്നുന്നു. ഇതിനകത്ത് വലിയ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കാണുന്നില്ല. അന്നേരം പിന്നെ മനസ്സിലായി, ഓക്കെ, ഇത് സ്ഥിരമായിട്ടൊരാളല്ല, തന്നെ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഫൈലായിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലിങ്കിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ബ്രൗസറിൽ ഞാനിപ്പം അത്യാവശ്യം എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആക്കി വെച്ചേക്കാം. അപ്പം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ കുക്കീസൊക്കെ ഇതിൻ്റെ ഒന്ന് ഡേറ്റ എടുക്കും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പല ഡേറ്റ ഇതിൻ്റെ അകത്തുനിന്ന് പുൾ ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഡയറക്റ്റ് നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ മെയിലുകളോ ഒക്കെയുള്ള ബ്രൗസറുകൾ ഡീഫോൾട്ട് ബ്രൗസറായിട്ട് വെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒന്നും ഉപയോഗിക്കാത്ത ഒരു ബ്രൗസർ എടുത്ത് ഡീഫോൾട്ട് ബ്രൗസറായിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫയർഫോക്സ് ഉണ്ട്. ഈ ഫയർഫോക്സിനെ ഞാൻ ഡീഫോൾട്ട് ബ്രൗസറാക്കി ഇട്ടേക്കുന്നത്. കാരണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് കയറി വരും. ഇതിൻ്റെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാതെ എന്തോ കാര്യമെന്ന്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഡയറക്റ്റ് ചിലപ്പം അങ്ങ് ലോഗിൻ ആയിപ്പോയി, നമ്മളൊരു അറിയില്ല. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. ശരി, അപ്പം ഇതിലേക്ക് പോവാം. ഇതാണ് ലിങ്ക്. ഈ ലിങ്കിനെ കോപ്പി ചെയ്താൽ ഈ താഴെ ആ സ്റ്റാറ്റസ് ബാറിൽ കാണാൻ പറ്റും എന്താണ് ആ ലിങ്ക് എന്നുള്ളത്. ഞാൻ അതിനെ കോപ്പി ചെയ്ത് ഒരു നോട്ട് പാഡിൽ എടുത്തിട്ടുണ്ട്, ഇവിടെ. അപ്പം ഈ ഒരു ലിങ്കിൻ്റെ അടുത്തേക്ക് നമുക്ക് പോവാം, എന്താണ് ഈ ലിങ്ക് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ സ്വന്തം പി സിയിൽ പോലും ഓപ്പൺ ചെയ്യില്ലെന്നാണ് ഞാൻ പറയുന്നത്. അതിനെനിക്ക് താൽക്കാലികമായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു ഒരു ലിനക്സിൻ്റെ മെഷീനുണ്ട്. പ്രൈവറ്റ് വിൻഡോയിൽ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു, ലോഡാവുന്നുണ്ട്. ഓക്കെ, ലോഡായി വന്നു നിൽക്കുന്നത് ഇങ്ങനത്തെ ഒരു പേജിലാണ്. ഈ പേജിൻ്റെ എവിടെ ക്ലിക്ക് ചെയ്താലും ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫോമിലോട്ട് അത് പോകും. ഞാനിങ്ങനെ നൈസായിട്ട് ക്ലിക്ക് ചെയ്ത് കണ്ടോ, നമ്മൾ എങ്ങനെയൊക്കെ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം രീതിയിൽ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആണോ, ഓട്ടോമാറ്റിക്കായിട്ട് പോയത്, അത് റീഡയറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ഇവർക്ക് കാശ് കിട്ടും ഇങ്ങനെയുള്ള ഇതിനകത്തോട്ട് റീഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ, ഇതും കാശിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത്. കാരണം ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നതും എങ്ങനെ കാശ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പം ഇതാണ് ആദ്യം വരുന്നത്. അങ്ങനെ കുറേ അതിൻ്റെ അകത്തൊക്കെ ആരൊക്കെ കാശ് ഉണ്ടാക്കിയ ആളുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല വെബ്സൈറ്റുകളും നമുക്ക് വരും. ഇതിൻ്റെ അകത്ത് ഒത്തിരി സാധനങ്ങൾ കാണും, അത് ക്ലോസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇത് വരും. പിന്നെ ഇവിടെ മറ്റേ ഗൂഗിളിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹ്യൂമൻ ബീങ് ആണോ ചെക്ക് ചെയ്യാനായിട്ട്. ഇത് താഴോട്ട് ഇത് വലിക്കുമ്പോൾ തന്നെ, അതായത് ആ ഒരു സ്ക്രോളർ ടച്ച് തന്നെ ഉപയോഗിക്കാതായിരിക്കും തോന്നുന്നു. ഓക്കെ, ഇത് വേറെ ടച്ച് വർക്ക് ചെയ്യില്ല. ഓക്കെ, ഞാനപ്പം ഇവിടെ ഒരു ഇത് കാണിക്കാം, ഡു യു സീ ദിസ് പിക്ചർ മൂവിങ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ യെസ് എന്ന് കൊടുത്താൽ നമ്മൾ വീണ്ടും താഴെ ആ ഒരു URL കാണിക്കുന്നുണ്ടല്ലോ, ആ URLിലോട്ട് പോകും. അവിടെ ഏതൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യും. ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഫയലിലാണ് പ്രശ്നമുള്ളത് ശരിക്കും. ഇവിടെ ക്ലിക്ക് കണ്ടിന്യൂ കൊടുക്കാൻ ഇത് ആക്റ്റീവ് ആയിട്ടില്ല. ഈ ക്ലിക്കും പോകുന്നത് ഏകദേശം അതുപോലത്തെ ഒരു ഫയൽ ഡൗൺലോഡിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ്, ഈ ഒരു ക്ലിക്ക് കൊടുത്താൽ എവിടെ ഡൗൺലോഡ് ആകും നോക്കാം. അത് കൺട്രോൾ കീയും ഒരു ക്ലിക്കും കൂടെ കൊടുത്താൽ അടുത്ത പേജിൽ പൊക്കോളും. ഇതിനെ നമുക്ക് ഈ ഒരു റോബോട്ടിനെ നമുക്ക് നോക്കാം. റോബോട്ട് എന്താ ചോദിക്കുന്നത്? ട്രാഫിക് ലൈറ്റായി ചോദിച്ചു. ഓക്കെ, ഇത് ട്രാഫിക് ലൈറ്റ് അല്ലല്ലോ, ഇത്
ഓക്കെ, ട്രാഫിക് ലൈറ്റൊക്കെ വെരിഫൈ ചെയ്തു. ഇത് ആക്റ്റീവായോ? ഈ ലിങ്ക് ആക്റ്റീവായി. ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ അടുത്ത ഇതിലോട്ട് പോയി വീണ്ടും അതേ ഒരു ഒരു ഓപ്പൺ അക്കൗണ്ട് ഓഫറാണ് കൊടുക്കുന്നത്, ഒരു Bet365. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ബെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനത്തെയൊക്കെയുള്ള സാധനമാണിത്. ഓക്കെ, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. ഇതും പഴയ ആ വെബ്സൈറ്റിൽ തന്നെ പോയി. ഇത് ഇവിടെ ഒരു ഫയൽ വന്നിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് നോക്കാം അതെത്തുമെന്ന്. അപ്പോൾ നമ്മുടെ ഇവിടെ വീണ്ടും ഇവിടെ സെക്കൻഡുകൾ ഓടുന്നുണ്ട്. ലിങ്ക് ഈസ് ഓൾമോസ്റ്റ് റെഡി എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡിയായ ലിങ്ക് എന്ത് ചെയ്യേ? ഗെറ്റ് ലിങ്ക് നോക്കട്ടെ, അതൊരു പേജിൽ ഓപ്പൺ ആക്കി നോക്കാം. അകത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് വേറെ പുതിയ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വരുന്നത്. ഇതും ഏതോ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ പേജാന്ന് തോന്നുന്നു. ഓക്കെ, എക്സ്പ്രസ് VPNൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ക്ലിക്ക് ടു കണ്ടിന്യൂ വീണ്ടും കൊടുത്തു നോക്കാം. ഈ ഒരു ലിങ്ക് അങ്ങ് കോപ്പി ചെയ്യാം. ഓക്കെ, ഇതിവിടെ ഡൗൺലോഡ് ആകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഞാനൊരു സെക്യൂരിറ്റി സിസ്റ്റം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ബ്ലോക്ക് ആക്കുന്നതുകൊണ്ടാവാം നമുക്ക് ആ ലിങ്ക് ഡൗൺലോഡ് ആക്കാൻ പറ്റാത്തത്. ഞാനിവിടെ ഇട്ട് നോക്കാം. അപ്പോൾ നമ്മളുടെ ഫയർഫോക്സ് എടുത്ത് എൻ്റർ അടിച്ചു. അതങ്ങനെ ലോഡ് ആവുന്നുണ്ട്. ഇത് മിക്കവാറും എൻ്റെ ആൻറ്റിവൈറസ് കയറി പിടിക്കും ഇതിനെ. ഡൗൺലോഡ് കൊടുത്തു. പിന്നെയും നമ്മളോട് ഡൗൺലോഡ് തന്നെ ചോദിക്കുന്നുണ്ട്. അത് രണ്ടും ചാടി വേറെ ഫയലാക്കിയിട്ടുണ്ടോ? ഇല്ല, രണ്ടും ഓൾമോസ്റ്റ് സെയിം ലൊക്കേഷൻ തന്നെയാണ് പോയേക്കുന്നത്. ഇവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ അത് വേറൊരു സെയിം ഇതിലേക്ക് വരും. സൈഡിലൂടെ താഴോട്ടൊരു ആരോ ഉണ്ടല്ലോ, അതും അങ്ങനെ തന്നെ സെയിം പേജിലാണ് വരുന്നത്. ശരി, ഇവിടെ ഒരു താഴെ ആരോ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അതങ്ങനെ ഒരു സിപ്പ് ഫയലാണ് ഇത്. ഈ ഒരു സിപ്പ് ഫയൽ വളരെ ഡേഞ്ചറസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് കോപ്പി ചെയ്യുക, ഇവിടുന്ന് ഓപ്പൺ ആക്കുന്നില്ല. ഷോ ഓൾ ഡൗൺലോഡ്സ് കൊടുക്കുക. ഇതിവിടെ വരും. ഫോൾഡറിൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ വാർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. ശരി, അത് അവിടെ ഇരിക്കട്ടെ. കണ്ടോ, ഇതാണ് അതിൻ്റെ അറ്റത്തുള്ള കാര്യം. അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ, അങ്ങനെ കുറച്ച് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഞാൻ ആ ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്തു. എൻ്റെ ആൻറ്റിവൈറസ് അതിനെ കണ്ടുപിടിച്ചില്ല. അത് ശരിക്കും ഒരു ട്രോജനാന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം അത് കണ്ടുപിടിച്ചില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എൻ്റെ ലിനക്സിൽ കൊണ്ടിട്ടു അതിനെ. എന്നിട്ട് ഞാൻ നൈസായിട്ട് നമ്മുടെ വൈറസ് ടോട്ടൽ ടൂൾ എന്ന് പറഞ്ഞ ടൂളുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഓപ്ഷനുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ വരുന്ന സംശയമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പം സംശയത്തിനെ കൃത്യമായി പറയുന്ന ഒരു റിസൾട്ടാണ് ഇവിടെ വന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഇടത്ത് ഇതിനെ പൊക്കിയിട്ടുണ്ട്. ഉണ്ടോ, എല്ലായിടത്തും ഇത് മലീഷ്യസ് കോഡ്, ട്രോജന് എന്നൊക്കെ പറഞ്ഞുള്ള ഇതാണ് വരുന്നത്. ഇത് ശരിക്കും പല രീതിയിലുള്ള മാൽവെയർ, മാഡ്വെയർ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല പണി തരും. ഇത് വീഡിയോ കാണാമല്ലേ അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുള്ള ഫയലാണ് നമ്മൾ മുമ്പേ കണ്ടത്. അതായത് ഇവിടെ നമ്മൾ നോക്കിയപ്പം ഇങ്ങനെ ഈ ഒരു ജസ്റ്റ് ഒരു ഫയലായിരുന്നു, ഒരു സിപ്പ് ഫയലായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ ലാസ്റ്റ് ആ സിപ്പ് ഫയലിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ഇങ്ങനെയാണ് ഒരു വൈറസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ചുമ്മാ എങ്ങും പോയി ഓപ്പൺ ചെയ്യല്ല, ചുമ്മാ കാണുന്ന ലിങ്കുകളൊന്നും ഓപ്പൺ ചെയ്യരുത്. ഓപ്പൺ ചെയ്താൽ ഇങ്ങനത്തെ ഓരോ പണികൾ കിട്ടും. ഇത് വൺസ് ഇൻസ്റ്റാൾ ആയിരുന്നെങ്കിൽ ഇപ്പം ഒരു പക്ഷേ ഈ ഒരു PC ചിലപ്പം കോംപ്രമൈസ് ആയിപ്പോയി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ലിങ്ക് കാണുമ്പം ഒരിക്കലും ഓപ്പൺ ചെയ്യരുത് ചുമ്മാതെ. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു ജെന്യൂനിറ്റി തോന്നാത്ത രീതിയിലുള്ള ലിങ്ക് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഓപ്പൺ ആക്കരുത്. ഓപ്പൺ ആക്കി ഇങ്ങനെയൊക്കെയുള്ള പണികൾ കിട്ടും. അതുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.